ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക, ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല, മന്ത്രിമാരെ വിളിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. അതെ, അത് തന്നെ. എന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാർ നമുക്ക് വേണ്ട, രാഷ്ട്രീയത്തോട് നമുക്കൊരാഭിമുഖ്യമില്ല, രാഷ്ട്രീയമില്ലാതെ നമ്മൾ അതിജയിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 കോടിയുള്ള UP-യിൽ ഇല്ല ഈ രാഷ്ട്രീയമില്ലാത്ത അതിജയിക്കാൻ. 2.5 കോടിയുള്ള ബംഗാളിലും 2.25 കോടിയുള്ള ബീഹാറിലും 1.25 കോടിയുള്ള ആസാമിലൊന്നും ഇല്ല ഈ അതിജയിക്കാൻ. ഈ അതിജയിക്കൽ രാഷ്ട്രീയമുള്ള കേരളത്തിലേ ഉള്ളൂ. ആ ഒരു ബോധവും ബോധ്യമാണ് എല്ലാവർക്കും വേണ്ടത്. ജനാധിപത്യത്തിന്റെ അണിക്കല്ല് വോട്ടുബാങ്ക് രാഷ്ട്രീയവും വിലപേശക രാഷ്ട്രീയവും അധികാര പങ്കാളിത്തവും ഒക്കെയാണെന്ന് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത് കൃത്യമായി എല്ലാവരെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് കേരളത്തിലെ സൗഭാഗ്യങ്ങളിലൂടെ. എല്ലാവരും സംഘടിക്കണം, ശക്തരാവണം, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കായികമില്ലത്ത് പറഞ്ഞപ്പോൾ അഹമ്മദാബാദിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, പോയിട്ട് പണി നോക്കുക, നമുക്ക് തുണിവില്ലുണ്ട്. ഡൽഹിയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഇസ്മായിലിന്റെ കൊടി വേണ്ട, നമുക്ക് കുത്തബ്മിനാറും താജ്മഹലും ഉണ്ട്, മുഗളന്റെ പുകൾപെറ്റ വാസ്തുശില്പകലയുടെ കഥ പറഞ്ഞ അവരും. തുണിമില്ലും അതിന്റെ പണമുണ്ടെന്ന് അഹമ്മദാബാദിലെ മുസ്ലിം പറഞ്ഞത്. ബോംബെയിലെ മുസ്ലിങ്ങളെ പറഞ്ഞത്, ഇസ്മായിലിന്റെ കൊടി നമുക്ക് വേണ്ട, നമുക്ക് ഗസൽ ഉണ്ടെന്നാ പറഞ്ഞു. എവർലാസ്റ്റിംഗ് വേൾഡ് പവേഴ്സ് ഗസൽ ഈസ് ദേർ ടു സർവൈവ്. ഓരോ സ്ഥലത്ത് പോയി മുട്ടി ആ മനുഷ്യൻ, എല്ലാവരുടെ വാതിലും സംഘടിക്കാൻ, ശക്തരാവാൻ. എല്ലാ ആളുകളും ആട്ടി അകറ്റി ഞങ്ങളുടെ കായികവില്ലത്തിന്. അവസാനം ആ കൊടി പിടിക്കാൻ തയ്യാറായി വന്നവർ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ മാപ്പളമര മഹാനായ പോക്കർ സാഹിബ് ആ കൊടി വാങ്ങിയത്. ഇങ്ങനത്തെ ആ കൊടി കായികവില്ലത്തെ പറഞ്ഞിട്ട് ആ കൊടി വാങ്ങിയിട്ട് പോക്കർ സാഹിബ് പോകുമ്പോൾ കായികവില്ലത്ത് പോക്കറിനോട് പറഞ്ഞതാ മുസ്ലിം ലീഗിന്റെ ഭരണഘടന. മുസ്ലിം ലീഗിന്റെ ഭരണഘടനയുടെ അന്തസത്ത, അതിന്റെ ആകെ സത്ത. ആ സമയത്ത് പച്ചക്കൊടി പിടിച്ച് മധ്യത്തിൽ ചന്ദ്രക്കലയും നക്ഷത്രവും കാണിച്ച് മുസ്ലിം എന്ന പേരും വെച്ച് സത്യവിശ്വാസിയുടെ സ്വത്വ രാഷ്ട്രീയം സമൂഹ സമക്ഷം സമർപ്പിച്ചു സമുദായം. ആരെയും വേദനിപ്പിച്ചില്ല, വിഷമിപ്പിച്ചില്ല. സർവ്വത സഹോദരൻ കടലിൽ കൃഷ്ണമണലിൽ കാത്തു സൂക്ഷിച്ചു മുസ്ലിം ലീഗ് പാർട്ടി. അങ്ങനെ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യവിശ്വാസിയുടെ സ്വത്വ രാഷ്ട്രീയം, അതിലൂടെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതിലൂടെയുള്ള മുന്നണി രാഷ്ട്രീയം, അതിലൂടെയുള്ള അധികാര പങ്കാളിത്തം, അതിലൂടെ മാത്രമാണ് കേരള മുസ്ലിം സമൂഹം ഇക്കണ്ട സൗഭാഗ്യങ്ങൾ അത്രയും നേടിയതെന്നത് കാലവും ചരിത്രവും സാക്ഷിയാണ്. ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം സുന്ദരാം ഫിസോ വ്യക്തമായിട്ട പച്ച പരമാർത്ഥാണ്. ആ പരമാർത്ഥം മനസ്സിലാക്കാതെ മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞ് ആട്ടിയകറ്റി മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് 4th പാർട്ടി ഉണ്ടാക്കി പിന്നെ കോൺഗ്രസ് ലയിപ്പിച്ച ബോംബെയും അവന്റെ ഗസലൊന്നും രക്ഷപ്പെടുത്തിയില്ല അവിടുത്തെ മുസ്ലിങ്ങളെ. കലാപമൊക്കെ നടക്കുമ്പോൾ കുത്തുബ്മിനാർ താജ്മഹലൊന്നും രക്ഷപ്പെടുത്തിയില്ല ബോംബെയിലെ ഡൽഹിയിലെ മുസ്ലിങ്ങളെ. ഒരു തുണിമില്ലും പണം ഉണ്ടായില്ല. മോഡി അധികാരത്തിൽ വന്നിട്ട് തുൽക്കിസ് ബാലുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ പൂണത്തെ കുത്തിയെടുത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോൾ ആരും രക്ഷപ്പെടുത്തിയില്ല. പക്ഷെ കേരളീയ മുസ്ലിം അഭിമാനത്തോടെ തയ്യാറെടുത്ത് നിൽക്കുന്നത് അന്ന് മുസ്ലിം ലീഗിനെ വരിച്ചത് കൊണ്ടാണ്, പച്ചക്കൊടി പിടിച്ചത് കൊണ്ടാണ്. നമ്രൂദ് തീക്കൊണ്ടാൽ ഒരുക്കിയിട്ട് ചെന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ചാടിയത് കൊണ്ടാണ് ഇബ്രാഹിമിന് അള്ളാന്റെ തണുപ്പ് കിട്ടിയത്. യാനാർക്കുനി ബന്ധം വസലാമൻ അല്ല ഇബ്രാഹിം എന്ന് തീയോടല്ല പറയാനുള്ള കാരണം, തീക്കൊണ്ടാരം ഒരുക്കിയിട്ട് ചെന്ന് ചാടാൻ പറഞ്ഞപ്പോൾ അഗ്നി പരീക്ഷണമെങ്കിൽ തളരാതെ പിടിച്ചിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അങ്ങനെ തീക്കുണ്ടാരം ഒരുക്കിയിട്ട് ചെന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ചാടി എന്നതാണ് കായികവില്ലത്തിന്റെയും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെയും അഭ്യുന്നതിക്കും സൗഭാഗ്യങ്ങൾക്കും നിദാനം. മറ്റാരെന്ത് പറഞ്ഞാലും നിഷേധിക്കാനാവാത്ത വിധം ഇവിടെയുള്ള സർവ്വത സർവണങ്ങളും ഖണ്ഡനമണ്ഡലങ്ങളും നമ്മുടെ സംവാദങ്ങളും നമ്മുടെ മതസംഘടനകളും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും എല്ലാം 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 ആ രാഷ്ട്രീയ സംഘശക്തിയുടെ തണലിൽ മാത്രം ഉണ്ടായതാണ്. അതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതിന് 4 കോടിയുള്ള UP-യും 2.25 കോടിയുള്ള ബംഗാളും ആസാമും ബീഹാറും ഒക്കെ സാക്ഷിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സംഘശക്തിയെ തകർത്തിട്ട് നിങ്ങളൊന്നും വേണ്ട, നമുക്ക് നമ്മളായിക്കോളാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നത് 100% ഉറപ്പാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ബോധം സമുദായത്തിന് അല്ലാഹു നൽകട്ടെ.
അത്രയേ പ്രവർത്തിക്കാനുള്ളൂ.